Hi friends, welcome back my YouTube channel Medifama Vlog. Myself Hajra Shamir. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഓൺലൈൻ ക്ലാസ് ഫാർമക്കോളജി ഓഫ് ഇൻസുലിൻ, ക്ലോട്രിമസോൾ, ക്ലോറോക്വിൻ, ബിസാക്കോഡിൻ എന്നീ 4 ഡ്രഗ്സുകളെ കുറിച്ചിട്ടുള്ള ഫാർമക്കോളജിയാണ്. അപ്പോൾ ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത് പുതിയ കോഴ്സ് ചെയ്യുന്ന ഫാർമസി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫ്രഷറായിട്ടുള്ള ട്രെയിനി ഫാർമസിസ്റ്റുകൾക്കും ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. First of all, I am going to deliver you the insulin. The drug is insulin. നമുക്കറിയാം അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ് ആണ്. ഡയബറ്റിസ് മെൽറ്റസ്, ഡയബറ്റിക് എമർജൻസീസ് ആൻഡ് സർജറി, ദെൻ ഡയബറ്റിക് കീറ്റോസിറോസിസ് ഒരു കോമ. കീറ്റോസിറോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത വണ്ണം നമ്മുടെ ബോഡി ബ്ലഡിൽ അസിഡോസിസ് അതായത് അസിഡിക്കായിട്ടും അതേപോലെ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് കീറ്റോസിറോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ഡയബറ്റിക് കോമയാണ്. ദെൻ അവൈലബിലിറ്റി അതിൻ്റെ ഇഞ്ചക്ഷനാണ്. അത് 40 to 100 IU/ml വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡോസ് സബ്ക്യൂട്ടേനിയസ് ആയിട്ടും ഇൻട്രാമസ്കുലറായിട്ടും ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ഓർ ഇൻട്രാവീനസ് ഇൻഫ്യൂഷനോ ആയിട്ടാണ് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പിന്നെ അഡൾട്ടിൻ്റെയും ചൈൽഡിൻ്റെയും ഡോസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽസ് റിക്വയർമെൻറ്റിനാണ്. ദെൻ അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ആണ്. ഇത് നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ ഓവർഡോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാവും, ഗ്ലൂക്കോസ് താനെ കുറയും, അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ റയർലി ആയിരിക്കും. ദെൻ ജനറലൈസ്ഡ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും, അതായത് അർട്ടിക്കേരിയ ഒരു ഹൈവ്സ് അല്ലെങ്കിൽ നമ്മുടെ റാഷസൊക്കെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ലിപ്പോഡിസ്ട്രോഫി അറ്റ് ഇഞ്ചക്ഷൻ സൈറ്റ് എന്ന് വെച്ചിട്ട് ലിപ്പോസ്ട്രോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അക്വേർഡ് ജെനറ്റിക് ഡിസോർഡറാണ്. ഇതിൻ്റെ സ്റ്റോർ ഇൻ മൾട്ടി ഡോസ് കണ്ടെയ്നർ ഇൻ എ റെഫ്രിജറേറ്റർ 2 to 8 degree സെൽഷ്യസിലാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡ്രഗാണ് ബിസാക്കോഡിൻ. ഇത് പ്രഗ്നൻസി കാറ്റഗറി ബിയിൽ വരുന്ന ഡ്രഗാണ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് കോൺസ്റ്റിപ്പേഷൻസ്, അതായത് നമ്മുടെ ഫീക്കസ് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ബിസാക്കോഡിൻ. ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് 5 mg ഫോംസിലുണ്ട്, അതുപോലെ സപ്പോസിറ്ററീസ് ഉണ്ട് 5 to 10 mg ഫോംസിലുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡോസ് ഓറലായിട്ടും റെക്ടലായിട്ടും ആണ് ഉപയോഗിക്കുന്നത്. അഡൾട്ട് ആൻഡ് ചൈൽഡ് ഓവർ 10 yearsലാണെങ്കിൽ 5 to 10 mg ഡയലി അറ്റ് നൈറ്റിൽ, അതുപോലെ ബിഫോർ റേഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറി പേഷ്യൻസുകൾക്ക് 60 to 20 mg അറ്റ് നൈറ്റ് ബിഫോർ പ്രൊസീജിയർ. ഓക്കെ, ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ദുഷ്യഫലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻസ്, കോസസ് അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടെങ്കിൽ, അതേപോലെ അക്യൂട്ട് സർജിക്കൽ അബ്ഡോമിനൽ കണ്ടീഷൻസ്, അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ്, സിവിയർ ഡിഹൈഡ്രേഷൻ, ഫീക്കൽ ഇമ്പാക്ഷൻ, ക്രോണിക് യൂസ്. ഇതിങ്ങനെ ക്രോണിക് യൂസ് കാരണം ഇത്രയുമൊക്കെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ പ്രിക്കോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇൻസുലിൻ ബിസ്കോഡിൽ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുൻകരുതൽ കുറച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസീവ് യൂസ് ഓഫ് സ്റ്റിമുലൻ്റ് ലാക്സേറ്റീവ് ക്യാൻ കോസ് ഡയറിയ. അത് എക്സസീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കാരണം നമുക്ക് ഇത് കോൺസ്റ്റിപ്പേഷൻ ആവുന്ന സമയത്ത് നമ്മൾ എക്സസ് ആയിട്ട് ലാക്സേറ്റീവ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഡയറിയ ഉണ്ടാവും, അത് ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ റിലേറ്റഡ് എഫക്റ്റ് സച്ച് എസ് ഹൈപ്പോക്കലീമിയ ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ പ്രൊലോങ്ഡ് യൂസ് മേ ബി ജസ്റ്റിഫയബിൾ ഇൻ സം സർക്കംസ്റ്റൻസിൽ. ഓക്കെ, ദെൻ ഡോണ്ട് ഗിവ് ആൻറ്റാസിഡ്സ് വിത്തിൻ 1 hour. ദെൻ പ്രഗ്നൻസി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ഉണ്ടാവും, പ്രീ എക്സിസ്റ്റിംഗ് ഹാർട്ട് ഡിസീസ് ഓർ ബവൽ ഡിസീസ്, ദെൻ അലർജീസ് ഇൻട്രാക്ഷൻസ്. ഇങ്ങനെ ഉണ്ടാകുന്ന പേഷ്യൻസിനൊന്നും നമ്മൾ ഈ ടാബ്ലറ്റ് കൂടുതലും സപ്പോസിറ്ററീസ് കൂടുതലും ചൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാബ്ലറ്റ് ഗ്രിപ്പിംഗ് ആണെങ്കിൽ സപ്പോസിറ്ററീസ് ലോക്കൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, അതേപോലെ ഫൈൻഡിങ് ഉണ്ടാക്കും, ചില സമയത്ത് ഡിസിനസ്, സോർനെസ് ഇൻ ആനൽ റീജിയൻ ഡ്യൂ ടു സപ്പോസിറ്ററി ലീക്കേജ്. നമ്മൾ സപ്പോസിറ്ററി നമ്മൾ റെക്റ്റലിൽ വെക്കുകയാണല്ലോ ചെയ്യാം. ആ വെക്കുന്ന സമയത്ത് ചില സമയം അത് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സോർനെസ് ഫീൽ ചെയ്യും. നമ്മൾ ആനൽ അവിടെ ക്യാവിറ്റി ആ പോർഷനിൽ ആ ഓർഗൻ ഭാഗത്ത് നമുക്ക് സോർനെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അബ്ഡോമിനൽ ഡിസ്കംഫോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും, ഹൈപ്പോക്കലീമിയ വരും. ഓക്കെ, ദ നെക്സ്റ്റ് ഡ്രഗാണ് ക്ലോറോക്വിൻ.
ഇത് പ്രഗ്നൻസി കാറ്റഗറി ഡിയിൽ വരുന്ന ഡ്രഗാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യൂട്ട് മലേറിയ കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് സസെപ്റ്റിബിൾ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് പി ഓവളെ. ഈ ഒരു ഡിസീസിനാണ് മെയിനായിട്ട് നമ്മൾ ക്ലോറോക്വിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈലാക്സിസ് ഓഫ് മലേറിയ ഫോർ പ്രഗ്നൻറ്റ് വുമൺസിന് കൊടുക്കാറുണ്ട്. ആൻഡ് നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽസ് അറ്റ് റിസ്ക് റൊമാറ്റിക് ഡിസോർഡർ. റൊമാറ്റിക് ഡിസോർഡറുള്ള ആൾക്കാർക്കും ഇത് കൊടുക്കാറുണ്ട്. റൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മസിൽസിന് പെയിനും ഒക്കെ ഉണ്ടാവുന്ന മസിൽസ് ജോയിൻറ്റ്സ് അവിടെയൊക്കെ പെയിനുള്ള ഒരു കണ്ടീഷനാണ് റൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി ക്ലോറോക്വിൻ്റെ അവൈലബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റാണ്. അത് 250 to 500 mg ഫോമിലുണ്ടാവും. അതുപോലെ ഇഞ്ചക്ഷൻ ആണെങ്കിൽ 10 to 30 ml വെച്ചിട്ടുണ്ടാവും. സസ്പെൻഷൻസ് ആണെങ്കിൽ 50 mg/ml വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഡോസ് ഓറലായിട്ട് നമ്മൾ സസ്പെൻഷനൊക്കെ ടാബ്ലറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ അഡൽട്ടിൽ അത് ഇമ്മീഡിയറ്റ്ലി 600 mg ആയിരിക്കും. ആഫ്റ്റർ 6 hours ദെൻ 300 mg ഫോളോഡ് ബൈ 300 mg ഡെയിലി ഫോർ 2 days. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂസ് ചെയ്ത് 600 mg ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഹവേഴ്സിലൊക്കെ നമ്മളത് ആ ഡോസിൽ കുറച്ചിട്ട് 300 mg വെച്ചിട്ട് കൊടുക്കണം. ശേഷം 2 days അത് കണ്ടിന്യൂ ചെയ്യാം. ദെൻ ചൈൽഡിൽ, അതായത് കുട്ടികളിൽ 10 mg/kg ബോഡി വെയ്റ്റിൽ നമ്മളത് 5 mg ബോഡി വെയ്റ്റിൽ ആഫ്റ്റർ 6 hours നമ്മൾ 10 mg വെച്ചിട്ടും 5 mg വെച്ചിട്ടും കൊടുക്കാറുണ്ട്. ദെറാഫ്റ്റർ വൺസ് എ ഡേ ഫോർ 2 days. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ നമ്മൾ 10 mg വെച്ചിട്ടുണ്ടെങ്കിൽ 1 വെച്ചിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ദെൻ ക്ലോറോക്വിൻ കൊടുക്കുന്ന സമയത്ത് പ്രിക്കോഷൻസ്. ഇഫ് പേഷ്യൻറ്റ് കണ്ടിന്യൂസ് ടു ഡിറ്ററോറിയേറ്റ് ആഫ്റ്റർ ക്ലോറോക്വിൻ സസെപ്റ്റ് ടു റെസിസ്റ്റൻസ് ആൻഡ് അഡ്മിനിസ്റ്റർ ക്വിനിൻ ഇൻട്രാവീനിയസ്ലി ആസ് എമർജൻസി മെഷർ. ഓക്കെ, ദെൻ ഹെപ്പാറ്റിക് ഇമ്പയർമെൻറ്റ്, റീനൽ ഇമ്പയർമെൻറ്റ്, പ്രഗ്നൻസി. അപ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ അത് ചോദിച്ചിട്ട് അവരുടെ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ഈ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഡോസ് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യണം. ദെൻ മേ അഗ്രിവേറ്റ് മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസ് എന്ന ഡിസീസ് ഉണ്ടല്ലോ, അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ക്ലോറോക്വിൻ കൊടുക്കുന്ന സമയത്ത്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ നെർവ്സ് ഫോർ മസിൽസ്. നെർവ്സിൻ്റെയും മസിൽസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബ്രേക്ക് ഡൗണിനെയാണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ദെൻ സിവിയർ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. അവോയ്ഡ് കൺകറൻറ്റ് തെറാപ്പി വിത്ത് ഹൈപ്പോടോക്സിക് ഡ്രഗ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുപോലെ കൺവൾഷൻസ് ഉണ്ടാവും ചില സമയത്ത്. അതുപോലെ വിഷ്വൽ ഡിസ്റ്റർബൻസ്, അതുപോലെ ഡീപിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ലോസ് ഓഫ് ഹെയർ ഉണ്ടാവും. റാഷസ് ഉണ്ടാവും. ദെൻ പ്രൊഫൈറിയ ആൻഡ് സോറിയാസിസ് ആൻഡ് സസെപ്റ്റിബിൾ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇത്രയും സൈഡ് എഫക്ട്സ് അത് ക്ലോറോക്വിന് നേരിടേണ്ടി വരുന്നുണ്ട്. അത് ചില കേസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ചെറിയ നമുക്ക് ഹെഡേക്ക്, ഗ്യാസ്ട്രോൻട്രിക് ഡിസ്റ്റർബൻസ് പോലുള്ളത് വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കാണുക. അതിനനുസരിച്ചുള്ള ഡ്രഗ്സ് അവർ ആഫ്റ്റർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. ദെൻ സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്ലോട്രിമസോൾ എന്ന ഒരു ഡ്രഗ് നമുക്ക് അറിയാം. നമ്മുടെ പുയ്ക്കുത്തിനൊക്കെ നമ്മൾ സാധാരണ ഫാർമസി പോയിട്ട് OTC പോലെ വാങ്ങുന്നൊരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും വിചാരം അത് മാത്രമാണ്, ആ ഒരു കോഴ്സിന് മാത്രമാണ് നമ്മളിത് വാങ്ങുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വജനൽ കാൻഡിഡിയാസിസ്, അതേപോലെ ട്രൈക്കോമോണിയാസിസ്, വജൈനൈറ്റിസ്, കാലിൻ്റെ തുടയിടുക്കിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലും അത്രയും സംഭവത്തിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഫംഗലാണ്, ആൻറ്റി ഫംഗലാണ്. ദെൻ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻഫെക്റ്റീവ് ല്യൂക്കോറിയാസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ STD, അതായത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അത് കാരണം ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറസോ ആയിട്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണ് STD എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടിക്കഴിഞ്ഞിട്ടാണ് ല്യൂക്കോറിയാസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെയും നമുക്ക് ക്ലോട്രിമസോൾ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ പ്രിവെൻഷൻ ഓഫ് അത്ലസ് ഫുഡ് ആൻഡ് റിംഗ് വേം ഡിസീസ് ഓഫ് സ്കിൻ ഫോൾസ്, റിംഗ് വേം ഡിസീസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പെസറീസ്,
അത് വജനൽ ടാബ്ലറ്റ്സ് നമ്മൾ പെസറിസ് എന്നാണ് പറയുന്നത്. ഇത് 100 to 200 മില്ലിഗ്രാം വെച്ചിട്ട് ടാബ്ലറ്റ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ക്രീമുണ്ട് 1% വെയ്റ്റ് ബൈ വെയ്റ്റ് ഉണ്ട്. അതേപോലെ പൗഡർ ഉണ്ട് 75 ഗ്രാം വെച്ചിട്ടുള്ള. ലോഷൻ ഉണ്ട് 50 ml. ഇതൊക്കെ നമുക്ക് ഇത്രയും ഡോസസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഡോസ് നമ്മൾ നിശ്ചയിക്കുന്നത് അഡൾട്ടിൽ പെസറിസ് അല്ല വജനൽ ടാബ്ലറ്റ് ആണെങ്കിൽ 100 mg വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അത് ചില സമയം നൈറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് ആസ് ഡീപ്പ് പോസിബിൾ ഫോർ കൺസിക്യൂട്ടീവ് 6 to 7 ഡേയ്സിൽ. അതായത് ഒരു 1 വീക്കിലെങ്കിലും നമ്മൾ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയാൽ നമുക്കതിനെ മൈക്രോ ഓർഗാനിസം നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഓഫ്താൽമിക് യൂസ്, അതേപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രിക്കോഷൻസ്, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ്, അതുപോലെ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. ഓക്കെ, ഇതിന് അഡ്വേഴ്സ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഇറിറ്റേഷൻ ഉണ്ടാവും, അതുപോലെ ബേണിങ് സെൻസേഷൻ ഉണ്ടാവും, അതുപോലെ ഇച്ചിങ് ഉണ്ടാവും, ആബ്നോർമൽ ലിവർ ഫങ്ഷൻ. അത് സ്മോൾ കേസസിൽ മാത്രമേ ഇത്രയും സൈഡ് എഫക്ട്സ് കാണാറുള്ളൂ, കൂടുതലായി അങ്ങനെ കാണാറില്ല. അത് മെയിൻ ടാബ്ലറ്റ് ഫോമിലൊക്കെ ആയിരിക്കും ഇങ്ങനെ വരിക. ഓയിൻമെൻറ്റോ അല്ല ക്രീം ഫോമിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചൈൽഡിലൊക്കെ ആണെങ്കിൽ, കുട്ടികളിലാണെങ്കിൽ നമ്മൾ ക്രീമിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 to 3 ടൈംസ് വരെ നമ്മളത് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കൂടുതലും ആശ്വാസം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സ്റ്റോറേജ്. ഇത് സ്റ്റോർ പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ. ഡു നോട്ട് ക്രഷ് പെസറിസ്. ഇത് ക്രഷ് ചെയ്യാൻ പാടില്ല, പെസറിസ് ക്രഷ് ചെയ്യാൻ പാടില്ല, അത്രയും. ഓക്കെ, അപ്പം താങ്ക് യു. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുക, അതുപോലെ കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ മൈ അപ്ഡേഷൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഓക്കെ.